ഇന്ന് നമുക്ക് കുറച്ച് മുദ്രകളെ കുറിച്ച് സംസാരിക്കാം. ആദ്യം തന്നെ മുദ്രകളുടെ രാജാവ് എന്നറിയപ്പെടുന്ന ഗാൻ മുദ്ര അഥവാ ജ്ഞാനമുദ്ര, ചിന്മുദ്ര എന്നീ 3 പേരുകളിൽ അറിയപ്പെടുന്നതും ഒരേ മുദ്ര തന്നെയാണ്. ഇപ്പോൾ എൻ്റെ കൈകൾ ഞാൻ പിടിച്ചിരിക്കുന്നത് ആ മുദ്രയിലാണ്. ഇതാണ് ഏറ്റവും ശ്രേഷ്ഠമായ മുദ്ര. ഈ മുദ്ര ചെയ്യുമ്പോൾ നമ്മളുടെ ഏകാഗ്രത 10 മടങ്ങായി വർദ്ധിക്കുന്നു. അതോടൊപ്പം തന്നെ അന്തർജ്ഞാനം വർദ്ധിക്കുന്നു. കുട്ടികൾക്കും പഠിക്കുന്ന കുട്ടികൾക്കും മറ്റെല്ലാവർക്കും ഈ മുദ്ര ചെയ്യാവുന്നതാണ്. ഈ മുദ്രയെക്കുറിച്ച് നമ്മളൊന്ന് ചെറുതായി നമ്മളുടെ സമൂഹത്തിലോട്ട് വന്ന് നമ്മൾ കണ്ണോടിച്ച് കഴിഞ്ഞാൽ ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ക്രിസ്തു മതവിശ്വാസികൾ അവർ കൊന്ത ചൊല്ലും. ആ ചൊല്ലുമ്പോൾ ആ കൊന്തകളുടെ മണികൾ ഈ 2 വിരലുകൾ വെച്ചാണ് ഇങ്ങനെ പിടിക്കുന്നത്. അതുപോലെ തന്നെ ഹിന്ദു മതത്തിലൂടെ എന്ന് ഞാൻ രുദ്രാക്ഷമാല എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ടാവും. ആ മാലയും ഈ 2 വിരൽ പിടിച്ചുകൊണ്ടാണ് ഇങ്ങനെ ചൊല്ലുന്നത്. ഇനി മുസ്ലിം ഇസ്ലാമിക മതത്തിലൂടെ എന്ന് കഴിഞ്ഞാലും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം, തസ്ബീൻ എന്ന് പറഞ്ഞൊരു ജപമാലയുണ്ട്. അതും ഈ 2 വിരലുകൾ കൊണ്ടാണ്. ഈ നമ്മുടെ തള്ളവിരലിൻ്റെയും ചൂണ്ടുവിരലിൻ്റെയും ആഗ്രഹങ്ങൾ നന്നായി സ്പർശിച്ചിരിക്കുമ്പോൾ നമ്മളുടെ ഏകാഗ്രത വർദ്ധിക്കുന്നു. ഇനി നമുക്ക് അല്പം മറ്റു ചെറിയ മുദ്രകളെ കുറിച്ചൊന്ന് നോക്കാം. നമ്മളുടെ ഈ വിരലുകളുമായിട്ട് വളരെ ബന്ധമുണ്ട്. നമ്മൾ പഞ്ചഭൂതം എന്ന് നോക്കാം. നമുക്കെല്ലാം അറിയാം, ജലം, ഭൂമി, വായു, ആകാശം, അഗ്നി. അതുപോലെ തന്നെ ഈ ചെറുവിരലാണ് ജലത്തിന്റെ കോമ്പൗണ്ടായിട്ട് വരുന്നത്. ഈ ചെറുവിരലും നമ്മളെ തമ്പും കൂടി ഇങ്ങനെ അമർത്തി മുട്ടിച്ച് പിടിച്ചു കഴിഞ്ഞാൽ ഇതിന് വരുണമുദ്ര അഥവാ ജലമുദ്ര എന്ന് പറയുന്നു. നമ്മളുടെ ശരീരത്തിൽ ജലാംശത്തിന്റെ കുറവുകൾ കൊണ്ട് കഴിഞ്ഞാൽ, ഇപ്പോൾ ഭയങ്കരമായിട്ട് ദാഹിച്ചിരിക്കുന്ന സമയം, അതുപോലെ തന്നെ നമ്മളുടെ യൂറിനറി ഇൻഫെക്ഷൻ, പിന്നെ ബ്ലഡ് പ്യൂരിഫിക്കേഷൻ, അങ്ങനെയുള്ള ഇതിനൊക്കെ ഒരു പരിധിവരെ സഹായിക്കുന്ന ഒരു മുദ്രയാണ് ഇത്. ഇനി രണ്ടാമതായത് പറഞ്ഞാൽ നമ്മൾ പൃഥ്വിമുദ്ര അതായത് ഭൂമിമുദ്ര. ഈ 2 വിരലുകളും കൊണ്ട് ഇങ്ങനെ മുട്ടി പിടിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ ബോഡി വെയിറ്റ് മീൻസ് മെലിഞ്ഞുണങ്ങിയ ആൾക്കാർക്ക്, വളരെ നേർത്ത ഇതുള്ള ആൾക്കാർക്ക് ബോഡി വെയിറ്റ് കൂടും. അതോടൊപ്പം തന്നെ നമ്മളുടെ ക്ഷമ വർദ്ധിക്കും. ഭൂമിയെ ക്ഷമയുടെ പര്യായമായിട്ടാണ് നമ്മൾ പലപ്പോഴും പറയാറുള്ളത്. ക്ഷമ വർദ്ധിക്കും. ഇനി മൂന്നാമതായിട്ടുള്ള മുദ്ര എന്ന് വെച്ച് കഴിഞ്ഞാൽ ആകാശമുദ്ര. ആകാശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശൂന്യത. അത് നമ്മുടെ ശരീരത്തിൽ ബന്ധമായിട്ട് വരുന്നത് ചെവിയുമായിട്ടാണ് ബന്ധപ്പെടുന്നത്. ചെവി വേദന, ചെറിയ തരത്തിലുള്ള ചെവി വേദനകൾ ഈ മുദ്ര കൊണ്ട് നമുക്ക് പൂർണ്ണമായിട്ട് പരിഹരിക്കാൻ പറ്റും. ഇനി നാലാമതായിട്ടുള്ളതാണ് വായു നമുക്കറിയാൻ പറ്റും. വായുവിന്റെ ഇതാണ് ഗ്യാസ് ട്രബിൾ എന്ന് പറഞ്ഞ അസ്വസ്ഥത. അതുപോലെ തന്നെ ഈ ജോയിന്റിലൊക്കെ പെയിൻ വരുന്നത്, വാദം എന്ന് ആയുർവേദ ശാസ്ത്രം പറയുന്ന വാദം, ഇത് രണ്ടും വായുവിന്റെ ഫലം കൊണ്ടാണ്. അപ്പൊ ഈ മുദ്ര ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഗ്യാസ് ട്രബിൾ, അതുപോലെ തന്നെ വാദത്തിന്റെ അസ്ഥിതയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പൂർണ്ണമായിട്ടും മാറ്റാൻ പറ്റും. ഇനി നമ്മൾ ഇന്ന് സംസാരിക്കുന്ന മറ്റൊരു മുദ്രയാണ് ആദിമുദ്ര എന്ന് പറഞ്ഞാൽ. ആദി എന്ന് പറഞ്ഞ വാക്കിന് തന്നെ അർത്ഥം ആദ്യമായിട്ടുള്ളത്, ഈ പ്രപഞ്ചത്തിൽ തന്നെ ആദ്യമായിട്ടുള്ളത്. നമ്മൾ ജനിക്കുമ്പോൾ ഒരു കുട്ടിയെ നമ്മൾ സിനിമയിലോ നേരിട്ടോ ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും. കുട്ടികളുടെ കൈ ഇരിക്കുന്നത് ഇങ്ങനെയായിരിക്കും, അവരുടെ തമ്പുള്ളിലായിട്ട് മറ്റു വിരലുകൾക്ക് പുറമേ ആയിട്ട്. ഇത് ആദിമുദ്ര എന്നാണ്. നമ്മൾ ജനിക്കുമ്പോൾ എല്ലാ കുട്ടികളും, ഏത് മതവിശ്വാസികളായാലും ആണായാലും പെണ്ണായാലും ഇങ്ങനെ കൈപിടിച്ചു വരുള്ളൂ ആദിമുദ്ര. ഈ ആദിമുദ്ര ചെയ്യുമ്പോഴുള്ള ഗുണം എന്താണെന്ന് പറഞ്ഞാൽ നമ്മുടെ ലങ്സിന്റെ ഈ ഭാഗം വികസിച്ച് നമുക്ക് ശ്വസനത്തെ കൂടുതൽ, ഇപ്പോൾ ശ്വാസമുട്ടിന്റെ അസുഖത ഉള്ള ആൾക്കാർക്ക് ഈ മുദ്ര ചെയ്ത് കഴിഞ്ഞാൽ ഒരു ആശ്വാസം കിട്ടും. പ്രധാനമായിട്ടും നമ്മൾ കുട്ടിയായിരിക്കുമ്പോൾ, അമ്മയുടെ ഗർഭപാത്രത്തിലിരിക്കുമ്പോൾ നമ്മുടെ ജീവൻ നിലനിർത്തുന്നത് പൊക്കിൾക്കൊടി വഴിയാണ്. പക്ഷെ ആ കുട്ടി പുറത്തു പോയി പൊക്കിൾക്കൊടി കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവന് ശ്വസിക്കണം. അപ്പോൾ അതിന്റെ സഹായത്തിനാണ് ദൈവം സൃഷ്ടിച്ചാണെന്ന് വേണമെങ്കിൽ പറയാം ആദിമുദ്ര.